ഹലോ കൂട്ടുകാരെ, മഴ തോരും മുമ്പേ ഇന്ന് പുതിയ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഹരിശങ്കർ വന്ന് അലീനയുടെ റൂം തട്ടുന്നുണ്ട് കേട്ടോ. കുറേ പ്രാവശ്യം തട്ടുന്നുണ്ട്, പക്ഷേ അലീന തുറക്കണില്ല. അങ്ങനെ അവന് കുറേ പ്രാവശ്യം തട്ടി മടുത്തിട്ട് അവൻ മേലേക്ക് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാവിലെ ആയിട്ട് അലീന ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഹരിശങ്കർ വീണ്ടും താഴെ വന്നിട്ട് എന്താണ് നീ ഇന്നലെ വാതിൽ തുറക്കാത്ത എന്നൊക്കെ ചോദിക്കണം. എന്തേ നീ ഉറങ്ങിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളൊന്നും മിണ്ടാതെ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരിശങ്കർ പറയാണ് എനിക്ക് എൻ്റെ മേലത്തെ മുറിയൊന്ന് വൃത്തിയാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയേണ്ടത് കഴിയട്ടെ എന്നിട്ട് വൃത്തിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്തായാലും അവൾ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചിട്ട് അവൾ മേലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്ക് ഹരിശങ്കർ എല്ലാ കർട്ടനൊക്കെ താഴ്ത്തി കിട്ടിയിട്ടൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഹരിശങ്കറിൻ്റെ റൂമിലേക്ക് അലീന കടന്നപ്പോഴേക്ക് ഹരിശങ്കർ വേഗം വാതിലടച്ച് പൂട്ടിയിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം, ഞാൻ പറയണതൊന്നും അനുസരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് 2 പവൻ്റെ മാല വേണമെങ്കിൽ 2 പവൻ്റെ മാല, 5000 റുപ്യ വേണമെങ്കിൽ 5000 റുപ്യ, എന്ത് വേണമെങ്കിൽ വാങ്ങിത്തരാം, ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കുക പറയും. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഞാൻ പറയാൻ ഒരു കാര്യം മാത്രം മതി പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു സഹോദരിയോട് പെരുമാറുന്ന പോലെ മാത്രം പെരുമാറിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ സഹോദരി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരിശങ്കറിന് വല്ലാത്ത ദേഷ്യം വന്ന് ആ പേഴ്സ് എറിഞ്ഞിട്ട് അലീനോട് കടന്നു പോകാൻ പറയുന്നുണ്ട്, പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയുടെ വീടാണ്. വൈജയുടെ വീട്ടിൽ ബാലചന്ദ്രൻ മേനോൻ ഇങ്ങനെ ഫോൺ വിളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് അവളവിടെ വൈജ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ മേനോട് പറയുന്നുണ്ട് എന്താ അത്ര കോൾ വെയിറ്റിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. ആരോടെ വിളിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനൊരു സുന്ദരിയോട് വിളിച്ചതാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സുന്ദരി എന്തിനാക്കണം, 5 സുന്ദരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തമാശ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഞാൻ ശിവേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന്. ശിവേട്ടൻ നാളെ പോവല്ലേ ശിവേട്ടൻ, അതുകൊണ്ട് ഞാൻ ശിവേട്ടൻ്റെ വീട്ടിലേക്ക് പോകും, ബാലചന്ദ്രൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വൈകിട്ട് അമ്മളേക്ക് വരാമെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നാളെ സ്കൂളല്ലേ, കുട്ടികൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രൻ മോൾ ചോദിക്കുന്നത് എന്തിനാ അച്ഛൻ അമ്മേനെ ഇങ്ങനെ പേടിക്കണം, അമ്മ പറഞ്ഞത് മാത്രം ഇങ്ങനെ അനുസരിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പോലെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ അനീനെ മുത്തശ്ശിയെ കുളിപ്പിക്കാൻ എണ്ണയൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. മുത്തശ്ശിയെ കുളിപ്പിക്കുന്ന സമയത്ത് മുത്തശ്ശി ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് മുത്തശ്ശി ഇന്ന് വൈജ വരിക കേട്ടോ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൾക്ക് കാറിൻ്റെ ശബ്ദം പുറത്തുനിന്ന് ഹോൺ അടിക്കണം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതാ വൈജ വന്നു, കളപ്പാട്ടൂർന്ന് വൈജ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന ഓടിപ്പോയി നോക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അവളുടെ അമ്മയെ കാണാനുള്ള ആകാംക്ഷയിൽ ഓടിപ്പോയി പുറത്ത് പോയി നോക്കാൻ പോകുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ കർട്ടനൊക്കെ ഒന്ന് മേലേക്ക് പൊന്തിച്ചിട്ട് നോക്കുന്നുണ്ട്. അവൾക്ക് നേരെ കാണാനൊന്നും പറ്റണില്ല. എന്തായാലും വൈജ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്, വാതിലൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അവളിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കണമൊക്കെ ഉണ്ട്. പക്ഷേ വൈജ നേരിട്ട് ഉള്ളിലേക്ക് പോകണം. വൈജ നേരെ ഉള്ളിലേക്ക് പോയിട്ട് ശിവേട്ടനോട് ചോദിക്കുന്നുണ്ട്, ശിവേട്ട നാളെ പോകാനുള്ളതൊക്കെ ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഓക്കെ കമല റെഡിയാക്കുന്നുണ്ട്, എന്തൊക്കെയോ വർക്കുണ്ട്, പൊരിക്കുന്നുണ്ട്, ഉപ്പിലിടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് കമല വെള്ള ശബ്ദം കേട്ടിട്ട് വരുന്നുണ്ട്. ആ വൈജ എത്തിയോ ചോദിക്കുന്നുണ്ട്. ആ നാളെ എനിക്കും കുറച്ച് തന്നേക്ക്. അപ്പോൾ എന്ത് ചോദിക്കുന്നുണ്ട്, ഒക്കെ വറക്കണതും പൊരിക്കണതൊക്കെ ഉണ്ടാക്കണില്ലേ, അതൊക്കെ എനിക്കും കുറച്ച് തന്നേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഒറ്റയ്ക്കാണോ ചെയ്യണത് എന്ന് ചോദിക്കുന്നുണ്ട്. പണിക്കാരത്തില്ലേ ഇവിടെ, അവളെ വിളിച്ചുകൂടെ ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ വിളിച്ചാൽ അപ്പോഴേക്ക് അവിടെ നിന്ന് അമ്മ തുടങ്ങും, മോളെ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ട് വിളിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട്. അലീനയാണോ പേരെന്ന് ചോദിക്കുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ അന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡിൻ്റെ വിശേഷം നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.